നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രവീൺ മാത്യു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശബരിമല വിഷയത്തെക്കുറിച്ചാണ്. ശബരിമലയിൽ തെറ്റ് നടന്നു എന്ന് ഹൈക്കോടതി ആരോപിക്കുന്നു. എന്നാൽ ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ലോകത്തുള്ള ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു വിഷയമാണ്. അവരെ വളരെ 40 ദിവസത്തെ വ്രതമെടുത്ത് ഒക്കെ ശബരിമല മല ചവിട്ടുകയും അയ്യപ്പ സന്നിധിയിലെത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. കേരളത്തിലുള്ള ആളുകളെ പോലെയല്ല ഈ വടക്കേ ഇന്ത്യയിലും അതുപോലെ കേരളത്തിന് പുറത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ദിവസം എന്ന് പറഞ്ഞാൽ അവർ 40 ദിവസവും തന്നെ വ്രതം എടുത്തതിന് ശേഷം മാലയിട്ട് വ്രതം എടുത്തതിന് ശേഷമാണ് അവർ മല ചവിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു കൊള്ള നടക്കാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് കൊള്ളയല്ല അവിടെ നടന്നിട്ടുള്ളത്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സംഭവമാണ് നടക്കുന്നത്. തെഫ്റ്റ് ആണെങ്കിലും ഡെക്കോയിറ്റി ആണെങ്കിലും അത് ശരിക്കും അവിടെയുള്ള ആളുകൾ അറിയാതെ ചെയ്യുമ്പോഴാണ്. ഇത് ശരിക്കും ഇതിന്റെ അധികാരപ്പെട്ട ദേവസ്വം ബോർഡ്, അതുപോലെ അവിടെയുള്ള പൂജാരിമാര്, അതുപോലുള്ള അവിടെ സ്ഥിരമായി വരുന്ന ആളുകള്, മേൽശാന്തി, കീഴ്ശാന്തി തുടങ്ങിയ ആളുകളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇതൊരിക്കലും ഒരു കൊള്ള അല്ലെങ്കിൽ മോഷണം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അറിഞ്ഞു ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിന്റെ അധികാരപ്പെട്ടതും അതുപോലെ ഇതിന്റെ ഗുണഭോക്താക്കളും, അതായത് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗുണഭോക്താവാണ്. ഈ അമ്പലത്തിൽ കിട്ടുന്ന കാശ് എടുക്കുന്ന ആളുകളാണ് ഈ ദേവസ്വം ബോർഡും അതുപോലെ അവിടെയുള്ള പൂജാരി, ഒന്നാം ശാന്തി, രണ്ടാം ശാന്തി അങ്ങനെയുള്ള ആളുകളെല്ലാം. ഇതുകൊണ്ട് കിട്ടുന്ന ഭക്തരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത് അവിടെ പോവുക, അവർക്ക് വിഷമങ്ങൾ പറയുക, തിരിച്ചിറങ്ങി വരിക എന്നുള്ളതാണ് അവർക്ക് ഇതുകൊണ്ട് ശരിക്കും ബെനിഫിറ്റ് ഒന്നുള്ള ആളുകളല്ല. ഡയറക്റ്റ് ബെനിഫിറ്റ് ഒന്നുമില്ല, അത് പൈസ കിട്ടുന്നില്ല, അവിടെ നിന്ന് കിട്ടുന്ന സ്വർണ്ണോ കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടില്ല. അതെല്ലാം മാനേജ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ ദേവസ്വം ബോർഡും അതുപോലെ ബാക്കിയുള്ള ആളുകളും എല്ലാം. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു തെഫ്റ്റ് എന്നോ ഡെക്കോയിറ്റി എന്നും പറയാൻ പറ്റത്തില്ല. ഇത് മിസ്റെപ്രസെന്റേഷനും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ആണ്. അതായത് അവരെ വിശ്വസിച്ചേൽപ്പിച്ച സാധനം അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് വകുപ്പുകളിലാണ് വരത്തുള്ളൂ. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളാണ് ഒന്നാം പ്രതിയാണെന്ന് പറയുന്നത്. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശിക്ഷിക്കപ്പെടുമെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, ചെമ്പ് സാധനം സ്വർണം പൂശാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അയാളത് സംഭാവനയായിട്ട് കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അയാളത് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടി അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ക്രിമിനൽ നടപടി എടുത്ത് അയാൾ ശിക്ഷിക്കണമെങ്കിൽ ഒരുപാട് നാളത്തെ നിയമ പോരാട്ടങ്ങളും നിയമ പ്രശ്നങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് അയാൾ പെട്ടെന്നൊന്നും അയാളെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു കേട്ടു, അതുകൊണ്ട് അയ്യപ്പനാണ് തോന്നിച്ചത്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ചെമ്പ് പാളി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും സ്വർണ്ണപ്പാളി ഒന്നല്ല എഴുതി വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇത് പിടിക്കപ്പെടില്ലായിരുന്നു എന്ന്. പക്ഷെ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ അയ്യപ്പൻ തോന്നാനാണെങ്കിൽ ഇവനെ പുലിനെ കൊണ്ട് പിടിപ്പിച്ചാൽ പോലെ, പുലിനെ കൊണ്ട് ഒരു കടി വെച്ച് ഒടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും നടക്കില്ലല്ലോ. പക്ഷെ അതൊന്നും അല്ല കാര്യങ്ങൾ. ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള സംഭവം തന്നെയാണ്. ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊന്നാലും പിന്നെയും പൊന്മുട്ട കിട്ടുമെങ്കിൽ പിന്നെ പൊന്മുട്ട തൊട്ട് താറാവിനെ കൊന്നാലും എന്താണ് കുഴപ്പമെന്നാണ് എല്ലാ ആളുകളും ചിന്തിക്കുന്നത്. ഇത് ഒരു മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലുള്ള മേലധികാരികളും അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെല്ലാം ചിന്തിക്കുന്നത് ഇതുപോലെ ഇത് തന്നെയാണ്. ഇതെല്ലാ മതങ്ങളിലും സംഭവിക്കാറുണ്ട് താനും. കാരണം അവർക്കറിയാം പിന്നെയും ഭക്തർ എന്ന് പറഞ്ഞ ആളുകൾ ഓടിച്ചെല്ലും, അവർക്ക് പൈസ കിട്ടും, നേർച്ച കിട്ടും, അത് അടിച്ചു മാറ്റാം. അപ്പൊ കിട്ടുന്നതെല്ലാം വിറ്റ് തൊലച്ചതിന് ശേഷം പിന്നെയും ദാരിദ്ര്യമാണ്, പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ പിന്നെയും സംഭാവന കൊടുക്കും. അങ്ങനെ അതിൽ കൊണ്ട് പിന്നെയും ജീവിക്കാം എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നടക്കുന്നത്. പക്ഷെ ഇത് ഈ പോറ്റി ഇപ്പൊ അടുത്തൊരു പ്രശ്നം വരുന്നവരെ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് തീരും. ഇത് എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ നടന്നിട്ടുള്ളതാണ്. ഇത് സ്വർണം പൊതിഞ്ഞ സമയത്ത് മുതൽ ഇതിന്റെ പ്രശ്നം നടന്നു. അഴിമതി നടന്നിട്ടുണ്ട്. അതായത് 1996 വിജയ് മല്യ 42 കിലോ സ്വർണ്ണമാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. അതിൽ 38 കിലോയെ പൊതിഞ്ഞിട്ടുള്ളൂ. അപ്പൊ തന്നെ 4 കിലോ അവിടെ അടിച്ചു മാറ്റപ്പെട്ടു. പിന്നെ കൊടുത്ത സാധനങ്ങൾ കാലാകാലങ്ങളിലായിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ റിപ്പയറിന് വേണ്ടിയിട്ട് അത് വേണ്ടിയിട്ട് ഇത് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് മാറ്റി അതിൽ നിന്ന് സ്വർണം പല രീതിയിലാണ് ചെയ്യുന്നത്. സ്വർണം ആദ്യം അവർ ശരിക്കും പാനൽ ചെയ്യുകയാണ് ചെയ്തത്. ഓരോ സ്വർണം പൊതിയുകയാണ് ചെയ്തത്, ചെറിയ ചെറിയ പാനലായിട്ട്. അത് കഴിഞ്ഞ് അത് മാറ്റി, അത് കഴിഞ്ഞ് പിന്നെ സ്വർണം പ്ലേറ്റ് ചെയ്തു. ഇപ്പൊ ചിലപ്പോൾ സ്വർണ്ണ പെയിന്റ് ആയിരിക്കും അടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ കാലത്തുള്ള ആൾക്കാരിലെ ഈ വിഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം അവിടെ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കും. ഒന്നര കല്ലുകൊണ്ടുണ്ടാക്കും, അല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കും. ഇന്നത്തെ കാലത്ത് ഈ വിഗ്രഹങ്ങൾ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ സാധനം പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. അതും ഇനി വിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. അതിനേക്കാളും പ്ലാസ്റ്റിക്കും പഴയ സാധനങ്ങൾ എടുക്കുമെന്ന് തോന്നുന്നു. അത് വിറ്റ് കഴിഞ്ഞാൽ പോലും ഇനി മണ്ണും കല്ലും തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അത് പിന്നെ എടുത്തോണ്ട് പോയി അങ്ങനെ വിൽക്കില്ല. പിന്നെ അതിന്റെ ഒത്തിരി നൂറ്റാണ്ടുകളുടെ ആന്റിക് വാല്യൂ ഉണ്ടെന്ന രീതി ആരെങ്കിലും ഒക്കെ മേടിച്ചെങ്കിലേ ഉള്ളൂ.
അല്ലാതെ അതിന് വേറെ വാല്യൂ ഒന്നുമില്ല. പക്ഷേ ഈ സ്വർണം പൊതിഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് 96 മുതൽ തന്നെ ഇത് അടിച്ചുമാറ്റം തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് വേണം മനസ്സിലാക്കാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ പൂജാരിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു സ്വർണം ഒന്നുമില്ല, നല്ല സ്വർണം മുഷിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഡൈല്യൂട്ട് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അതിനുശേഷം അത് പയ്യെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, അധികം ഉരയ്ക്കാതെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗോൾഡ് പോളിഷിംഗ് ക്ലോത്ത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം മേടിച്ചതിന് വലിയ മാക്സിമം പോയ ഒരു 500 രൂപ വില കാണുള്ളൂ. ഈ ഗോൾഡ് പോളിഷിംഗ് ക്ലോത്ത് കൊണ്ട് തുടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണം ക്ലീൻ ആയി കിട്ടും. അതിന്റെ ഉള്ള കളർ കിട്ടും. അത് ചെയ്യാൻ പൂജാരിക്ക് ഇനി അശുദ്ധമാണോ എന്നറിയില്ല. എന്തായാലും അവർ ചെയ്തിട്ടില്ല. അത് ചെയ്യുമായിരുന്നെങ്കിൽ ബാക്കി എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. കളഫ് ഇടുന്നുണ്ട്, മഞ്ഞപ്പൊടി കലക്കി ഒഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഗോൾഡ് പോളിഷിംഗ് ക്ലോത്ത് വെച്ചൊന്ന് തുടയ്ക്കുമായിരുന്നെങ്കിൽ അവിടുത്തെ നിറം മങ്ങില്ലായിരുന്നു. അപ്പൊ ഇതെല്ലാവരും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. പക്ഷെ ഇത് ചെയ്തതെല്ലാം ഇതിന്റെ ബെനിഫിഷ്യറീസ് തന്നെയാണ്. അവർക്ക് ഇതുകൊണ്ട് മെച്ചമുള്ള ആള് കൊണ്ടാണ് ഈ നേർച്ച കാഴ്ചകളും കാര്യങ്ങളൊക്കെ എടുത്ത് കാശ് ക്രയവിക്രയം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു കൊള്ളയല്ല, തെഫ്റ്റ് അല്ല. ഇത് ആ രീതിയിൽ ഒരിക്കലും നിൽക്കില്ല. ഇനി അയാളെ ശിക്ഷിക്കണമെങ്കിൽ തന്നെയും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത് ഒരുപാട് കേസും കാര്യങ്ങളും നൂലാമാലകളും എല്ലാം വന്നെങ്കിൽ മാത്രമേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെയും, ഇവന്റെ അടിപൊളി പേരുകളൊക്കെയാണ്, ഇവരെയൊക്കെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അതിന് കാലതാമസമുണ്ട്. ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ട് ഈ മതത്തിൽ നിന്നും അടിച്ചു മാറ്റിയ ആളുകൾ ശിക്ഷിക്കപ്പെട്ട ചരിത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിനൊന്നും പ്രത്യേകമായ കസ്റ്റോഡിയനോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ കുറെ കാലം കഴിയുമ്പോഴത്തേക്കും തേഞ്ഞു മാഞ്ഞു പോകും. എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഭക്തന്മാർ പിന്നെയും കാശ് കൊടുത്തുകൊണ്ടിരിക്കും. കാരണം അവരുടെ പണിയാണ് പൈസ കൊടുക്കുക, അവരുടെ ആത്മനിർവൃതി നേടുക. അത് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ബാക്കിയുള്ളവർ അതുകൊണ്ട് ജീവിക്കുന്നു. അവർ ഇതിനു വേണ്ടി ഈ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് സമയം ചെലവഴിക്കുന്ന ആളുകൾ കൂടുതലും അതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നതിന്, അതുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ന്യായമായ ഒരു പൈസ അല്ല അവർക്ക് കിട്ടുന്നത്. വളരെ നല്ലൊരു പൈസ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. അവരിതിനെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾക്ക് ഈ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴൊക്കെ ആത്മസംതൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക. താങ്ക് യു.